ഞങ്ങളുടെ പിള്ളേരാ സാർ. അല്ല അല്ലേ? അതെ സാർ. വലിയ മയക്കുമരുന്ന് റാക്കറ്റാണ്. റോക്കറ്റാ? ആ ഇവനൊക്കെ അതൊക്കെ തന്നെ. സാർ എല്ലാവരും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ബാക്കിയുള്ളൊരു പുതിയ അഡ്മിഷനാണെന്ന് തോന്നുന്നു. സാറേ കോളേജ് പഠിക്കുന്ന 5 പേര് നമ്മളെ മക്കളാണ് സാറേ. ആ കോളേജിൽ പഠിക്കാത്തവന്മാരൊക്കെ ഇങ്ങോട്ട് മാറിക്ക്. തിരക്ക് കൂട്ടല്ലേ, കാലം വെച്ചോട്ടല്ലേ സാറേ. ഓക്കെ എടാ പൊട്ടന്മാരെ പഠിക്കാത്തവന്മാരെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്തവർ, അല്ലാതെ മുട്ട മേടിച്ചവന്മാരെന്നല്ല. ഇങ്ങോട്ട് മാറിക്കടാ. ഓക്കെ നമ്മളാണ് കണ്ടാട്ടോ. കിട്ടിയില്ല. ഇതല്ലേ നിങ്ങളുടെ മക്കള്? സാറേ ഇവ എൻ്റെ മോനാണ് സാറേ. ഞാനാണ് സാർ. സാറേ ഇതെനിക്ക് പറ്റിയത്. എന്റെ നിന്റെ ഒന്നല്ല, പേര് പറടാ. വിഷ്ണു ആർ. മുഹമ്മദ് അൽബിൻ സലീം ഇബ്രാഹിം. അജോ തോമസ്. അബ്ദുൽ കലാം. വിവേകാനന്ദ്. ഇങ്ങോട്ട് മാറിക്ക്. മക്കളുടെ സ്വഭാവം കണ്ടല്ലോ. നിങ്ങൾ തേനെ പാലയെന്നും പറഞ്ഞ് നല്ല പിള്ളേരെ വളർത്തിട്ട് ഓമാര് കാണിക്കുന്ന പോക്കൃത്തരം കണ്ട. 1ാം ക്ലാസ് ഇവന്മാർ രണ്ടുപേരും തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പൊ സ്റ്റേഷൻ നിറയായ സാറേ. സാർ എന്ത് വേണം ചെയ്തോ സാറേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, അങ്ങനെയും നന്നാവുമല്ലോ. ആ എന്നാ താനൊരു കാര്യം ചെയ്യും, ജയിലിൽ പോയി നന്നായി ഒരു 3-4 പേര് വിളിച്ചോണ്ടൊന്ന് കാണിക്കും. ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. മര്യാദഗിരി വെറുതെ വാഴ. എന്റെ അച്ഛൻ ഒരു വാഴ കൃഷിക്കാരനായിരുന്നു. അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാറേ. ആ മനസ്സിലായി. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, അച്ഛൻ വെച്ചതിൽ ഏറ്റവും മോശം വാഴ ഞാനായിരുന്നു. പിള്ളേര് തള്ളിപ്പൊളിയായാലും രക്ഷകർത്താക്കൾക്കാണല്ലോ സാറേ കുറ്റം. സാറേ, എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ആ വിചാരവുമാർക്ക് വേണ്ട സാറേ. ഒരു എഞ്ചിനീയർ ആവാൻ എനിക്കേ പറ്റിയില്ല സാർ. എന്റെ മകനിലൂടെ എനിക്ക് അത് സാധിക്കാന്ന് വിചാരിച്ചാ ഞാൻ വെറും മണ്ടനായിപ്പോയി സാർ. മണ്ടന്റെ പേരെന്താ? തോമച്ചേ. തോമാച്ചാൻ ഏതുവരെ പഠിച്ചു? 9 വരെ സാർ. അത് ഞാൻ എന്താ പഠിക്കാതിരുന്നു? എഴുതി തോറ്റു. എക്സാം എഴുതായിരുന്നില്ലേ? 3 എഴുതി സാർ. 3 തോറ്റു. പിന്നെ പഠിത്തം നിർത്തി. ഓ സാറെന്നെ കളിയാക്കി ചിരിക്കല്ലോ. ആണ് സാറേ, ഞാൻ 9-ൽ 3 തവണ തോറ്റു. അതിനേക്കാൾ ഇവ നന്നായിട്ട് പഠിച്ച് എൻട്രൻസ് എഴുതി എഞ്ചിനീയർ ആയില്ലേ എന്നല്ല സാർ ഇപ്പം മനസ്സിൽ വിചാരിച്ചത്? അല്ലല്ല. ആണ് സാറേ. സാറ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് 3-4 കിലോമീറ്റർ മുണ്ടും മുറുക്കി നടന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ. കണ്ടോടാ, സാറിന് വരെ മനസ്സിലായി. കഴുത്ത്. നന്ദി സാറേ. എടോ എല്ലാ തന്തമാരും ഇതൊക്കെ തന്നെയുള്ള കുറെ കാലങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് താ മാസമില്ലല്ലോ. അച്ഛന്റെ ഇല്ലാത്ത കാശ് കളഞ്ഞ മരക്കഴുത. സാറേ പിള്ളേരിക്കുന്നത് ഇത്രയും തോൽവികളായ യോപാരാണ് സാർ സപ്പോർട്ട് ചെയ്യണത്. നമ്മള് 10 തോറ്റ എത്ര നന്നായില്ലടാ ആശിറേ. പിന്നെ അല്ല, ജയിലിടിഞ്ഞ് വീണാലും നീ പുറത്തിറങ്ങില്ല. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി എമ്മാതിരി വള്ളിക്കെട്ട് കേസുമായിട്ട് നീയൊക്കെ ഈ വഴി വന്നാ നിന്നെ നിന്റെ തന്തേനെ തന്നെ അടുത്ത് ആകത്തുള്ളൂ. കേട്ടല്ലോ, പഠിക്കാൻ പറ്റുന്നവരൊക്കെ പോയി പഠിക്കും.